നിങ്ങൾ ദിവസം ന്യൂസിൽ കേൾക്കാറുണ്ടാവും നിഫ്റ്റി ഉയർന്നു, സെൻസെക്സ് താഴ്ന്നു. പക്ഷെ ശരിക്കും ഇതുവരെ ആരെങ്കിലും നിങ്ങളോട് ഇത് രണ്ടും ശരിക്കും എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ലളിതമായി മനസ്സിലാക്കാം. നിഫ്റ്റിയും സെൻസെക്സും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിപ്പോർട്ട് കാർഡ് പോലെയാണ്. സ്കൂൾ റിസൾട്ട് ഒരു കുട്ടി എങ്ങനെ പഠിച്ചു എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ മാർക്കറ്റും എക്കണോമിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ആദ്യം നിഫ്റ്റി 50നെ കുറിച്ച് സംസാരിക്കാം. നിഫ്റ്റിയുടെ പൂർണ്ണ രൂപം നാഷണൽ 50. ഇത് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ്. ഇതിൽ ഇന്ത്യയിലെ ബാങ്കിംഗ്, IT, എനർജി, ഓട്ടോ എന്നിവ ഉൾപ്പെടെ വിവിധ സെക്ടറിൽ നിന്നുള്ള ടോപ്പ് 50 സ്ട്രോങ് കമ്പനീസ് ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിനെ ബ്രോഡർ മാർക്കറ്റ് ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി സെൻസെക്സ് നോക്കാം. സെൻസെക്സിന്റെ പൂർണ്ണ രൂപം സെൻസിറ്റീവ് ഇൻഡെക്സ്. ഇത് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ്. ഏഷ്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെൻസെക്സ് മാർക്കറ്റിന്റെ നേതൃത്വം ചെയ്യുന്ന 30 ബ്ലൂ ചിപ്പ് കമ്പനീസിനെ ആണ് ട്രാക്ക് ചെയ്യുന്നത്. ഇനി ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇൻഡെക്സ് എന്നാൽ തിരഞ്ഞെടുത്ത കമ്പനീസിന്റെ ഒരു ഗ്രൂപ്പാണ്. അതിലൂടെ നമുക്ക് മുഴുവൻ മാർക്കറ്റിന്റെ മൂഡ് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിഫ്റ്റിയിൽ 50 കമ്പനീസ്, സെൻസെക്സിൽ 30 കമ്പനീസ്. രണ്ടും വ്യത്യസ്ത എക്സ്ചേഞ്ചുകളുടേതാണ്, പക്ഷെ പണി ഒന്ന് തന്നെ: മാർക്കറ്റിന്റെ അവസ്ഥ അറിയിക്കുക. 2026 ഫെബ്രുവരി 2 ബഡ്ജറ്റിന് ശേഷം മാർക്കറ്റിൽ സ്ട്രോങ് റിക്കവറി കാണാൻ കഴിഞ്ഞു. സെൻസെക്സ് 943 പോയിന്റ്സ് ഉയർന്നു, 81,666 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 262 പോയിന്റ്സ് ഉയർന്നു, 25,088 ലെവലെത്തി. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ നിഫ്റ്റി സെൻസെക്സ് ഗ്രീൻ ആണ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം, അതിൻ്റെ അർത്ഥം മാർക്കറ്റിന്റെ മൂഡ് നല്ലതാണ്, എക്കണോമി സ്റ്റേബിൾ ആണ്.